ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയുടെ ഒരു എന്താ പറയുക റിസൾട്ടാണ് കേട്ടോ. അതായത് ഞാനിത് ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഞാൻ സ്വയം ട്രൈ ചെയ്തിട്ട് ഞാനത് എനിക്ക് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനിത് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു മാസത്തിനടുത്തേക്ക് ആവണം റീൽസ് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഷോർട്സ് ഇടാൻ ഞാനത് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ യൂട്യൂബിലുള്ള ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർ അത് കണ്ടിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞൊരു കാര്യമാണ്, പക്ഷേ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് നല്ലത്. അതായത് നമ്മുടെ സ്കിന്നിൽ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒക്കെ വരില്ലേ, അതിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, പേഴ്സണലി അത്ര നന്നായതുകൊണ്ടാട്ടോ ഇങ്ങനെ പറയണത്. വീണ്ടും ഞാൻ ഇതുപോലെ ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ചെയ്യണത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു ഓപ്പൺ പോഴ്സ് ഇല്ലേ, അതിന് നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് ആൻഡ് സ്മൂത്തൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനൊരു 1 മന്ത് അല്ലെങ്കിൽ അതിന് കൂടുതൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഷോർട്ട്സ് ചെയ്തത്. വീണ്ടും ഞാൻ ആ റീൽ ചെയ്യുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും ഉപയോഗിച്ച് ഫുള്ളായി. അപ്പം അങ്ങനെ നല്ല റിസൾട്ടാണ് ഇതുള്ളത്. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈഡ്രേഷനും നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിങ്ങനെ സ്മൂത്തായി വരുമ്പോൾ നമുക്ക് ആ നാച്ചുറൽ ഗ്ലോ ഉണ്ടല്ലോ, സ്കിന്നിൻ്റെ ആ ഒരു ഷൈനിങ്, അത് കറക്റ്റായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഒരു 1 മന്ത് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലൊരു 2 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. അതും നമുക്ക് എളുപ്പവും അതുപോലെ തന്നെ ഈസിലി എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ കിട്ടണതുമാണ് കേട്ടോ. വലിയ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. അപ്പം നിങ്ങളൊരു 1 മന്ത് യൂസ് ചെയ്ത്, ഇപ്പോൾ നമുക്ക് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാം, എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു ഫേസ് മിസ്റ്റാണ്, വളരെ ഈസി ആയിട്ടൊരു സംഭവം കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. ഫേസ് ക്ലിയർ ആവാനും മെയിൻലി ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നല്ല നാച്ചുറൽ ഗ്ലോ, സ്കിന്ന് നല്ലോണം ഡാമേജസ് ഒക്കെ മാറി നല്ല സ്മൂത്ത് ആവും. അപ്പോൾ അത്രയും കാര്യങ്ങൾക്കാണ് ഇത് സഹായിക്കുക. അപ്പം ഞാൻ എന്തായാലും ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട രീതിയും കാണിച്ചത്. ഇതിനായിട്ട് നമുക്ക് ഒരു ബൗൾ എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളത്തിലാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പൊ ഞാനിവിടെ 1 ഗ്ലാസ് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വളരെ എളുപ്പമാണ് ഇത് റെഡിയാക്കാൻ കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അതായത് വേറെ ഒന്നും ചേർക്കാത്ത ചില അലോവേര ജെല്ലില് എന്താ പറയാ മിന്റ് അങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെൽ എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഫ്രഷ് അലോവേര ജെൽ, അതായത് പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ല് വീട്ടിൽ വളർത്തുന്നതൊക്കെ എടുക്കുകയാണെങ്കിൽ, അലോവേരയിൽ എടുക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മേടിക്കുന്ന അലോവേര ജെല്ലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പുറത്ത് വെക്കാം കേട്ടോ. പിന്നെ വേണ്ടത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ഗ്ലിസറിൻ കഴിഞ്ഞു ഓൾറെഡി. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഗ്ലിസറിൻ ഉപയോഗിച്ച് ഓരോന്ന് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു മിസ്റ്റ് ഞാൻ റെഡിയാക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എടുത്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിലുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ, ഇത് വേറൊരു ബ്രാൻഡിന്റെ ആണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ എടുക്കണം. അപ്പൊ അലോവേര ജെല്ല് നമ്മുടെ നിലാസിറപ്സിന്റെ ആണ്. വേണമെങ്കിൽ ഞാനൊരു വാട്സാപ്പ് നമ്പർ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്താൽ കിട്ടും കേട്ടോ, വാട്സാപ്പ് ചെയ്താൽ. പിന്നെ ഞാനിവിടെ 2 ടീസ്പൂൺ നമ്മുടെ ഗ്ലിസറിൻ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ ഗ്ലിസറിന്റെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ആവാൻ കുറച്ച് പാടാണ്, കാരണം വെള്ളത്തിലാണ് നമ്മളിത് ചെയ്യണത്. പിന്നെ അലോവേര ജെല്ല് എന്ന് പറയുമ്പോൾ കുറച്ച് തിക്ക് ഇങ്ങനെ കട്ടായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും എന്താ പറയാ, മിക്സ് ചെയ്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് എടുക്കാം കേട്ടോ യൂസ് ചെയ്യുമ്പോൾ. പിന്നത്തെ കാര്യം, ഞാനിവിടെ എടുക്കണത് അടുത്തത്, ഇത് യാതൊരു നിർബന്ധവും ഇല്ല വേണമെന്ന്. ഞാനിപ്പോൾ ഇത് പുതിയതായിട്ടാണ് ഇതിൽ ഇടുന്നത്. സാധാരണ ഞാനിത് ഇട്ടിട്ടല്ല ഉപയോഗിക്കാറ്. പക്ഷെ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ഒരു കുങ്കുമപ്പൂവിന്റെ അത്യാവശ്യം എക്സ്പയറി ആവാറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് എടുത്ത് യൂസ് ചെയ്ത് തീർക്കാമെന്ന് ഓർത്തിട്ടാണ്. അത്യാവശ്യം റേറ്റ് കൊടുത്ത് മേടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുങ്കുമപ്പൂവ് 2-3 ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട്. യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഉള്ളവർക്ക് ഇടാം, ഇല്ലാത്തവർ ഇടേ വേണ്ട. ഇതിൽ ഒരു ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പൊ കുങ്കുമപ്പൂ ഇട്ടത് കൊണ്ട് തന്നെ ഇത് മെൽറ്റ് ആവാൻ സമയം എടുക്കും. അപ്പൊ നമ്മളത് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കാണ് നല്ലത്. കാരണം പ്രൊഡക്റ്റ് അനാവശ്യമായിട്ട് വേസ്റ്റ് ആവാണ്ടും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പാകത്തിന് നമ്മുടെ സ്കിന്നിൽ കിട്ടാനും ഒക്കെ നല്ലത് സ്പ്രേ ബോട്ടിലാണ്. ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് ഒരുപാട് മേടിക്കാൻ കിട്ടും. ആമസോണിലൊക്കെ ഒരുപാടുണ്ട്. ഒരു 5 എണ്ണത്തിന് 200-300 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഒറ്റയ്ക്കായിട്ടൊക്കെ. അപ്പൊ ഞാനിവിടെ 2 സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ മുന്നേ ഉപയോഗിച്ചായിരുന്നു, അത് തീർന്നു കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നത്തെ ഞാന് മറ്റൊരു സ്പ്രേ ബോട്ടിലും കൂടി ആക്കിയിട്ടുണ്ട്. കാരണം ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഇത് നല്ലൊരു ആന്റി ഏജിങ് മിസ്റ്റ് ആണ്. പ്ലസ് നമ്മുടെ സ്കിന്നിൽ നമുക്ക് ഏജ് ആവും തോറും നമ്മുടെ കുഞ്ഞു കുഞ്ഞു പോഴ്സുകൾ ഇങ്ങനെ വിസിബിൾ ആയി തുടങ്ങും. അതിനെ നല്ല രീതിക്ക് തന്നെ ഇത് റെഡ്യൂസ് ആക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതിനൊക്കെ ഒരു പരിധി വരെ ഇത് തടയുന്നുണ്ട്. സ്കിന്ന് നല്ലോണം സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കുന്നുണ്ട്. നല്ല പ്ലംപി ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ക്ലിയർ ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫേസിൽ ഒരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരുന്നുണ്ട്. നമ്മളിങ്ങനെ സ്കിന്ന് സ്മൂത്ത് ആവും തോറും നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഒരു ലൈക്ക് ഗ്ലാസ് സ്കിന്ന് മാതിരി നമുക്ക് തോന്നിക്കും. അപ്പൊ ആ ഒരു റിസൾട്ടും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഞാൻ ആ ഒരു കണക്കൂട്ടലിലാണ് 2 ബോട്ടിലാക്കി വെക്കാം. വലിയ ബോട്ടിൽ ഇവിടെ ഇല്ല, വലിയ സ്പ്രേ ബോട്ടിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ബോട്ടിൽ കുഞ്ഞു സ്പ്രേ ബോട്ടിലുകളാക്കിയിട്ട് ഇത് പുറത്ത് തന്നെ വെക്കാം. നമുക്കങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ ഞാൻ ദേ ഇവിടെ 2 ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് എപ്പോഴും എടുക്കുമ്പോഴും ഷേക്ക് ചെയ്ത് എടുക്കുക. കാരണം ഇതിന്റെ നല്ല ഗുണത്തിന് വേണ്ടിയിട്ട് ഷേക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണ്, ഏത് സമയത്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 2 സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റാണ്, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെക്കാം. ഇത് രണ്ടും കേടാവില്ല കേട്ടോ, കുറേ നാളിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മുതല്. പിറ്റേ ദിവസമായപ്പോ ഇതിന്റെ കളർ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഒരു യെല്ലോ കളറാട്ടോ. ഇതിൽ ഈ ഒരു എന്താ പറയുക കുങ്കുമപ്പൂ ഇടേണ്ട യാതൊരു ആവശ്യമില്ല. ഞാനിത് കുറച്ചും കൂടിയും ഒരു എക്സ്ട്രാ ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ 2 തവണ അല്ലെങ്കിൽ അതിന് മുന്നേ യൂസ് ചെയ്തപ്പോഴൊന്നും കുങ്കുമപ്പൂ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുങ്കുമപ്പൂ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടില്ല എന്നൊന്നും യാതൊരു കുഴപ്പമില്ല. ഉള്ളവർ മാത്രം ഇട്ടാൽ മതി. പിന്നെ എൻ്റെ ഇരിക്കുന്ന കുങ്കുമപ്പൂ കുറച്ചും കൂടി കഴിഞ്ഞ എക്സ്പയറി ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം എടുത്ത് തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാട്ടോ സംഭവം. കുറച്ചായി ആ കുങ്കുമപ്പൂ മേടിച്ചിട്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ 2 ബോട്ടിലാണ്. 2 ബോട്ടിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ഇഷ്ടമായത് കൊണ്ടാണ് 2 ബോട്ടിൽ യൂസ് ചെയ്യണത്. ഇതാ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ, ഞാൻ 2 ബോട്ടിലിൻ്റെ അതിൽ എപ്പോഴും എടുക്കുമ്പോൾ ഷെയ്ക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് എടുക്കുക. കാരണം അലോവേര വെള്ളത്തിൽ ഇങ്ങനെ മെൽറ്റായി സെറ്റ് ആവാനായിട്ട് ചിലപ്പോൾ അടിയിലൊക്കെ ഇങ്ങനെ അടിഞ്ഞ് കിടക്കുന്നുണ്ടാവും. പിന്നെ ഞാനിതിൽ എക്സ്ട്രാ കുങ്കുമപ്പൂവിൻ്റെ ഒരു ഇതും കൂടി ഇട്ട കാരണം അതിങ്ങനെ അവിടെ ഇവിടെ കയറ്റി കിടക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഷെയ്ക്ക് ചെയ്യണം, ഗ്ലിസറിനും വെള്ളമൊക്കെ ഇതാവുമ്പോഴേ. അപ്പം നല്ല ശുദ്ധമായ വെള്ളം മതി കേട്ടോ. റോസ് വാട്ടർ വേണമെന്നില്ല. പിന്നെ ഇപ്പം കിട്ടുന്ന റോസ് വാട്ടറൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല എങ്ങനത്തെയാണ് എന്താണെന്നൊന്നും. അപ്പം അതുകൊണ്ട് തന്നെ കണ്ടില്ലേ സ്പ്രേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എന്താ പറയുക സ്കിൻ കെയർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കഴുകി വീണ്ടും വരണ്ടേന്ന് ഓർത്തിട്ട് ജസ്റ്റ് മുകളിൽ അടിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ ഒരു ഹൈഡ്രേഷന് വേണ്ടിയിട്ട് നമുക്കിത് നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ സ്കിന്നൊന്ന് ലിഫ്റ്റ് ആവും. മീൻസ് ഒന്ന് ടൈറ്റായിട്ടൊന്ന് സ്മൂത്തായ മാതിരി തോന്നും. പക്ഷെ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വരുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളമല്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് തുടക്കില്ല, ചിലപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കളയും. അപ്പോൾ ആ വെള്ളം തുള്ളി വീഴുന്നത് പോയി കഴിഞ്ഞാൽ ഒന്ന് ചെറിയ നനവോട് കൂടി ഇങ്ങനെ അടിച്ച് സ്പ്രേ നന്നായി എപ്പോഴും ഷേക്ക് ചെയ്യണം, എന്നിട്ട് അടിച്ചു കൊടുക്കും. പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു 2-3 അല്ലെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒന്ന് അബ്സോർബായി ചെറിയ നനവിൽ തന്നെ സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെ ഇടും കേട്ടോ. അതിനിടയിൽ ലിപ് ബാം ഇടും. അപ്പോൾ അതാണ് എൻ്റെ റുട്ടീൻ. ഇതേ പഠിച്ചു കൊടുക്കാം നമുക്ക്. നെക്കിലും കൂടി അടിക്കാം കേട്ടോ. കാരണം നെക്കിലൊക്കെ ഉണ്ടാവുന്ന ആ ചെറിയ ലൈൻസിനൊക്കെ നല്ലതാണ്. അപ്പം നമുക്കിതൊന്ന് കണ്ടില്ലേ, നല്ല ഒരു ഗ്ലോ നമുക്ക് കിട്ടും. അപ്പം അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നോർമലായിട്ട് പെട്ടെന്ന് അബ്സോർബ് ആവട്ടെ, ഒരു വെള്ളം മാതിരി തോന്നിക്കണേ. പിന്നെ ഇതിൽ ഗ്ലിസറിൻ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എളിച്ചെണ്ണമയം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല ഷെയ്ക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി ഉണ്ടാവും. അത്യാവശ്യം എന്താ കണ്ടില്ലേ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒന്ന് അബ്സോർബ് ആവും. ഞാൻ അബ്സോർബായിട്ട് കാണിച്ചു തരാം കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതേ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഭയങ്കരമായ വെള്ളം നനവ് പോയി. പക്ഷെ സ്കിന്നിൽ ചെറിയൊരു ഗ്ലോ കണ്ടില്ലേ, നമുക്കൊരു നാച്ചുറൽ ഗ്ലോ ഉണ്ട്. എന്നാൽ എണ്ണമയം മാതിരി ഗ്ലിസറിൻ്റെ ആ ഒരു മെഴുക്ക് മാതിരി ഇരിക്കുന്നില്ല കേട്ടോ നെക്കിലാണെങ്കിലും അതെ. പക്ഷെ നമുക്ക് ഒരു ഭയങ്കര മോയ്സ്ചറൈസ് ചെയ്ത മാതിരി ഇരിക്കുന്ന കേട്ടോ സ്കിന്നിങ്ങനെ പ്ലംപി ആയിട്ട്. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. എസ്പെഷ്യലി നിങ്ങൾക്ക് ഫേസിൽ ചെറിയ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഒപ്പം തന്നെ കുഞ്ഞു ഓപ്പൺ പോഴ്സിനൊക്കെ നമുക്ക് സ്കിൻ സോഫ്റ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പെട്ടെന്ന് വിസിബിളായിട്ട് ഇരിക്കാണ്ട് അതൊക്കെ ഒന്ന് സോഫ്റ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഈ സമയത്ത് അങ്ങനെ വലിയ കുരുവും പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പം പറയണില്ലെങ്കിലും അത് നല്ലോണം മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിന്ന് നന്നായിട്ട് റിപ്പയർ ആവും. എനിക്ക് ഇന്നാള് ഒരു ഇത് വന്നതിൻ്റെ ഒരു ചെറിയ മാർക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ അത്യാവശ്യം പോയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഞാൻ നാളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എന്താ പറയുക സ്റ്റോപ്പ് ക്രീം
അത് ഞാൻ എപ്പോഴും ഈ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം ഭയങ്കര റേറ്റ്, അതുകൊണ്ട് തന്നെ അത് ഒന്ന് ചവിട്ടി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 500 രൂപയുടെ ഉള്ളിലുള്ളൊരു സ്ട്രോപ്പ് ക്രീം മേടിച്ചതാണ്. അപ്പോൾ അത് ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ലതായിരുന്നു കേട്ടോ കാര്യം. സംഭവം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് പറ്റാണ്ടാവും. പിറ്റേ ദിവസത്തേക്ക് ഇവിടെ ഒരു മത്തക്കൻ 2-3 മത്തക്ക കുരു വന്നിട്ട് ഞങ്ങൾക്ക് കൂടി ഒരു ഉണ്ട മാതിരിയായി. അപ്പോൾ എന്നിട്ട് അത് ഭയങ്കര വേദനയൊക്കെ ആയിട്ടേ. അപ്പം അതിൻ്റെ ഒരു മാർക്ക് ഇപ്പോൾ ഉള്ളൂ, അങ്ങനെ ഫേസിൽ അങ്ങനെ കുരുപ്പ് വരാറില്ല. അപ്പം പാലൊക്കെ നിർത്തിയപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പാല്, ചായ, കാപ്പി സംഭവങ്ങളൊക്കെ പാലിൻ്റെ പരിപാടി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ കുറേ മാറി. മറ്റേ ജിമ്മിനൊക്കെ പോയി തുടങ്ങിയപ്പോഴേ ഒക്കെ കൂടി എല്ലാം കൊണ്ട് മൊത്തത്തിൽ അങ്ങനെയാണ് കേട്ടോ. പിന്നെ നല്ല സ്കിൻ കെയർ ഞാൻ പിന്നെ പറയാം, ജിമ്മിൻ്റെ വിശേഷമൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കിനി സിറോ അതുപോലെ മോയ്സ്ചറൈസർ എന്തായാലും വേണം. സൺസ്ക്രീൻ മസ്റ്റാണ് യൂസ് ചെയ്യാം. വൈകുന്നേരം ഇങ്ങനെ തന്നെ ഇത് നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, പുറത്ത് വയ്ക്കാം. ഇതിപ്പോൾ 2 കളറായിട്ട് തോന്നിക്കുന്നത് ഈ ഒരു ഇതിലൊഴിച്ചാൽ കുറച്ച് കുങ്കുമപ്പൂ കുറച്ച് അങ്ങോട്ടും കയറി കൂടുതൽ കയറി അതാട്ടോ അങ്ങനെ. ഇതൊരു ഡാർക്ക് ഇത് തന്നെ ലൈറ്റായിട്ട് തോന്നിക്കണേ. നമുക്ക് റിസൾട്ടൊക്കെ ഒരുപോലെ തന്നെയാണ്, നല്ലോണം കിട്ടും. കുങ്കുമപ്പൂ ഇടണമെന്ന് യാതൊരു നിർബന്ധവും കേട്ടോ, ഞാൻ പിന്നെയും പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വളരെ എളുപ്പമായിട്ട് പ്രിപ്പയർ ചെയ്യാനും യൂസ് ചെയ്യാനും 2 നേരം യൂസ് ചെയ്യണ്ടായിരുന്നു കേട്ടോ ഞാൻ ടോണറായിട്ട്. ഇത് നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ഈ ആൻറ്റി ഏജിങ്ങിനും അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന കുഞ്ഞു കുഞ്ഞ് ഓപ്പൺ പോഴ്സിനെ സ്മൂത്ത് ചെയ്യാനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഐഡിയ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് പറഞ്ഞാൽ ട്രൈ ചെയ്തപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് സക്സസ് ആയിട്ട് തോന്നി. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ പക്ഷേ ഇതൊരു ഹോം റെമഡിയാണ്, നിങ്ങൾക്ക് അറിയാലോ, ആക്റ്റീവ്സ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ഇതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ടിന് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. 2 നേരം നമുക്കൊരു ടോണർ മാതിരി നമുക്ക് ഏത് മേക്കപ്പിൻ്റെ കൂടെയും ഏത് സ്കിൻ കെയറിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് സ്ഥിരമായിട്ട് എല്ലാ സ്കിൻ കെയറും മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, യാതൊരു കുഴപ്പമില്ല. പിന്നത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഗ്ലിസറിൻ, നിങ്ങൾ മേടിക്കുന്ന ഗ്ലിസറിൻ നിങ്ങൾക്ക് അലർജി ഉണ്ടോ, നിങ്ങൾ മേടിക്കുന്ന എന്താ പറയുക അലോവേര നിങ്ങൾക്ക് അലർജി ഉണ്ടോ, ഇതൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ല, നിങ്ങൾക്ക് ഓരോരുത്തരുടെ കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് അടിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തരിതരിപ്പായിട്ടുള്ള കുരുവൊന്നും വരുന്നില്ല, റെഡ്നെസ് ഇല്ല, അവിടെ ചൊറിച്ചിലില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നീറ്റൽ മാതിരി. ചിലരുടെ ഭയങ്കര ലൈറ്റായിട്ടുള്ള സ്കിന്നായിരിക്കും, അതായത് കനം കുറഞ്ഞ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ. അപ്പോൾ അവർക്ക് അവിടെ ഒരു പുകച്ചിൽ പോലൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് അത് ഫേസിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് നോക്കി ചെയ്യാറ്. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. പുതിയ സാധനം മേടിക്കുകയാണെങ്കിലും ഒക്കെ ലിപ്സ്റ്റിക് ആണെങ്കിൽ ആദ്യം നമ്മുടെ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ഇട്ട് നോക്കും. അങ്ങനെയാണ്. പിന്നെ ലിപ്സ്റ്റിക്കിനൊക്കെ ഒരു പരിധി ഉണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ലൈറ്റൊക്കെ ഇട്ട് നോക്കുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ക്രീംസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. ഫേസ് പാക്ക് ആണെങ്കിലും പിന്നെ ചിലതൊക്കെ പണി കിട്ടാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഒന്നും ഇട്ടറിയില്ല, ചിലപ്പോൾ ഫേസിലിടുമ്പോഴായിരിക്കും ഇവിടെ ഒരു മത്തക്കൂര് വരിക. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. ഓൾറെഡി ഞാനിത് റീൽ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ഇടാനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ അപ്പോൾ നന്നായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. ഞാൻ വീണ്ടും അത് എടുത്ത് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. പ്ലസ് നിങ്ങൾക്കിത് ഓക്കെ ആണോ എന്നും കൂടി നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.